ഞാൻ ഇത്രയും നാളും നിങ്ങൾക്ക് ഹലാലല്ലാത്ത ഹറാമായ ഒരു ഭക്ഷണം നിങ്ങളെ ഞാൻ ഭക്ഷിപ്പിച്ചിട്ടില്ല. എന്തുദ്ദേശത്തിനാണ് നമ്മളത് ചെയ്യുക? ഖബറിനെ നീ തീയാക്കണോ? ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ നിർബന്ധമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പണത്തിൽ നിന്നും നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഈ പണം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല. പിറ്റേ ദിവസവും ഇതുപോലെ ജനം കൂടിയ സമയത്ത് ഇതേ ഖുറോസാനി എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ലയോ സഹോദരന്മാരെ, നാട്ടുകാരെ, ഞാൻ എൻ്റെ ഒരു പണസഞ്ചി നഷ്ടപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു. ആരും നിങ്ങൾക്ക് അതിനൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരണം. അള്ളാഹുവിനോട് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ മനുഷ്യൻ അപ്പോഴും ഈ വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ലയോ ഖുറസാനി, ഞാൻ ഇന്നലെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടു, അതിനൊന്നുകൊണ്ട് 100 ദിനാർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ആർക്കെങ്കിലും കിട്ടുന്ന ദാരിദ്ര്യത്തിനാണ്. ഞാൻ ചോദിക്കുന്ന ഒരു 10 ദിനാർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു, പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ജനങ്ങൾ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസവും ഇതേപോലെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ എഴുന്നേറ്റെന്ന് വീണ്ടും പറഞ്ഞു, ഞാൻ ഇന്നലെ ചോദിച്ചു, ഞാൻ ചോദിച്ചു 100 ദിനാർ കൊടുക്കാൻ പറ്റുമോ? ഇന്നലെ ഞാൻ ചോദിച്ചു 10 ദിനാർ കൊടുക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നു 1 ദിനാർ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ് കേട്ടോ. 1 ദിനാറെങ്കിലും ആ മനുഷ്യന് ആർക്കാണ് കിട്ടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു നേരത്തെ അവർക്ക് സുഭിക്ഷമായി കഴിക്കാൻ, കുറേ നാളത്തേക്ക് സുഭിക്ഷമായി കഴിക്കാനുള്ള ഒരു പണം അതിനുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല, ഞാൻ കൊടുക്കില്ല.